നമസ്കാരം. ഇന്ത്യയുടെ ഇതിഹാസ സ്പിന്നറായ അശ്വിൻ മൂന്നാം ടെസ്റ്റിന് പിന്നാലെയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടയിലെ അശ്വിന്റെ വിരമിക്കൽ പല അഭ്യൂഹങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ടെസ്റ്റ് പരമ്പര പൂർത്തിയാകാൻ നിൽക്കാതെ തിടുക്കപ്പെട്ട് അശ്വിൻ എന്തിന് വിരമിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെ വിരമിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമല്ല അശ്വിൻ. വേറെയും ചില ഇതിഹാസങ്ങൾ ടെസ്റ്റിൽ നിന്ന് ഈ ഘട്ടത്തിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാരൊക്കെയാണ് എന്ന് നോക്കാം. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച സ്പിന്നറാണ് അനിൽ കുംബ്ലെ. ടെസ്റ്റ് വിക്കറ്റ് വേട്ടക്കാരിൽ ഇന്ത്യയുടെ ഒന്നാമനായ കുംബ്ലെ നായകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ഇന്നിംഗ്സിൽ 10 വിക്കറ്റുകളടക്കം വീഴ്ത്തിയിട്ടുള്ള കുംബ്ലെ 2008 ബോർഡർ ഗവാസ്കർ ട്രോഫിയിലൂടെയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന മത്സരം നടന്നത്. വിരമിച്ച ശേഷം ഇന്ത്യയുടെ പരിശീലകനായും കുംബ്ലെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും കുംബ്ലെ ഓസീസ് ടെസ്റ്റ് പരമ്പരയിലൂടെയാണ് തന്റെ കരിയറിന് അവസാനമിട്ടത്. ഇനി സൗരവ് ഗാംഗുലിയാണ് ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ആൾ വരുന്നത്. ഇന്ത്യയുടെ ഇതിഹാസ ക്യാപ്റ്റൻ എന്നായിരുന്നു സൗരവ് ഗാംഗുലി അറിയപ്പെട്ടത്. വലിയ തകർച്ചയിലേക്ക് പോയിരുന്ന ഇന്ത്യൻ ടീമിനെ ഉയർത്തിക്കൊണ്ടുവന്ന ഗാംഗുലി ടെസ്റ്റിലും ഏകദിനത്തിലും അതുല്യ റെക്കോർഡുകളോടെയാണ് വിരമിച്ചത്. ഇടം കയ്യൻ ബാറ്ററായും വലം കയ്യൻ മീഡിയം പേസറായും തിളങ്ങിയ ഗാംഗുലി ക്രിക്കറ്റ് ആരാധകരുടെ ദാതയായിരുന്നു. ഗാംഗുലിയും വിരമിച്ചത് ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെയായിരുന്നു. 2008 നാഗ്പൂരിൽ കളിച്ചാണ് ഗാംഗുലിയുടെ വിരമിക്കൽ നടന്നത്. വിരമിച്ച ശേഷം BCCI പ്രസിഡന്റായി പ്രവർത്തിച്ച ഗാംഗുലി ഇപ്പോൾ പരിശീലക റോളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ മുൻ നായകനും വിക്കറ്റ് കീപ്പറും ക്ലാസിക് ബാറ്ററുമായ രാഹുൽ ദ്രാവിഡും ബോർഡർ ഗവാസ്കർ ട്രോഫിയിലൂടെയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ബാറ്റിംഗ് വൻമതിൽ എന്ന വിശേഷണം നേടിയ ദ്രാവിഡ് 2012 പാഡഴിച്ചത്. ടെസ്റ്റിൽ പകരക്കാരനില്ലാത്ത പ്രതിഭാസമായിരുന്നു ദ്രാവിഡ്. എന്തായാലും ഓസീസ് പരമ്പരയിലൂടെയാണ് അദ്ദേഹവും തന്റെ കരിയർ അവസാനിപ്പിച്ചത്. വിരമിച്ച ശേഷം പരിശീലകനായി എത്തിയ ദ്രാവിഡ് ഇന്ത്യയുടെ T20 ലോകകപ്പ് കിരീടവും ചൂടിക്കുകയായിരുന്നു. ക്ലാസിക് ബാറ്ററായിരുന്ന VVS ലക്ഷ്മൺ ടെസ്റ്റിലെ ഇന്ത്യയുടെ വിശ്വസ്തനായ താരമായിരുന്നു. 2012 ഓസീസ് ടെസ്റ്റ് പരമ്പരയിലൂടെയാണ് ലക്ഷ്മണും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. സിഡ്നിയിലായിരുന്നു ലക്ഷ്മന്റെ അവസാന ടെസ്റ്റ് മത്സരം. ഓസ്ട്രേലിയക്കെതിരെ അതുല്യ ബാറ്റിംഗ് റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്ന ലക്ഷ്മൺ ഇതേ എതിരാളികൾക്കെതിരെ കളിച്ചാണ് തന്റെ ടെസ്റ്റ് കരിയറിന് വിരാമമിട്ടത്. വിരമിച്ച ശേഷം പരിശീലക റോളുകളിലും പ്രവർത്തിച്ച അദ്ദേഹം നിലവിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമി തലവനാണ്. ബാറ്റിംഗ് ലോകത്തെ വിനാശകാരി എന്ന് പേരെടുത്ത ഇന്ത്യൻ ബാറ്ററാണ് വീരേന്ദർ സെവാഗ്. ഓപ്പണിംഗിൽ ഇറങ്ങി തല്ലി തകർക്കുന്ന സെവാഗ് ടെസ്റ്റിൽ 2 തവണ ട്രിപ്പിൾ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. 2013 ഓസീസ് പരമ്പരയിലൂടെയാണ് സെവാഗും ടെസ്റ്റ് ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിച്ചത്. ഇപ്പോഴും സെവാഗിനെ പോലൊരു ഓപ്പണറെ ഇന്ത്യക്ക് ടെസ്റ്റിൽ ലഭിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. വിരമിച്ച ശേഷം കമന്റേറ്റർ റോളിലാണ് സെവാഗ് ഇപ്പോൾ കൂടുതൽ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഇതിഹാസ നായകനായ MS ധോണിയും ടെസ്റ്റ് കരിയർ അവസാനിപ്പിച്ചത് ഓസീസ് ടെസ്റ്റ് പരമ്പരയിലൂടെയാണ്. 2014 പരമ്പരയിലെ മൂന്നാം മത്സരത്തിന് ശേഷം അപ്രതീക്ഷിതമായാണ് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചത്. നായകനായിരിക്കെ വിരമിക്കൽ പ്രഖ്യാപിച്ച ധോണി വിരാട് കോഹ്ലിക്കായി വഴിമാറുകയായിരുന്നു എന്ന് തന്നെ പറയാം. ഈ പട്ടികയിലെ അവസാനക്കാരനാണ് അശ്വിൻ. നടന്നുകൊണ്ടിരിക്കുന്ന ഓസീസ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിലൂടെയാണ് അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച അശ്വിൻ IPL CSKയ്ക്കായി അടുത്ത സീസണിൽ കളിക്കാൻ പോവുകയാണ്. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ടെസ്റ്റ് ഓൾറൗണ്ടർമാരിൽ ഒരാളായിട്ട് അശ്വിനെ നമുക്ക് കണക്കാക്കാം.